വയനാട് ഉൾപ്പെടെ മുഖ്യമന്ത്രി നാളെ വയനാട്ടിലേക്ക് വരികയാണ്. സർവകക്ഷി യോഗം നാളെ വയനാട്ടിൽ ചേരും. മുഖ്യമന്ത്രി നേരിട്ട് ആ യോഗത്തിൽ പങ്കെടുക്കും. രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായിരിക്കുന്നു. പോസ്റ്റ്മോർട്ടത്തിനായി കൂടുതൽ ഡോക്ടർമാരെയും പോലീസിനെയും നിയോഗിക്കും. മന്ത്രിമാരുടെ സംഘം നിരന്തരമായി ക്യാമ്പുകൾ സന്ദർശിച്ച് കാര്യങ്ങൾ വിലയിരുത്തും. കൺട്രോൾ റൂമുകളിലും മന്ത്രിമാരുടെ സാന്നിധ്യം ഉറപ്പാക്കാൻ തീരുമാനമായിട്ടുണ്ട്. ഷഹീദ് പറയൂ. ഇഷ്ടിക ഉപയോഗിച്ച് അത് തകർത്ത് അതിനുശേഷം വടം കെട്ടി അത് മാറ്റിയിട്ടുണ്ട്. ഇനി അതിനകത്തുള്ള മരവും മണ്ണും ചളിയും ഒക്കെ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് 5 പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. 5 പേർ ഉണ്ട് എന്നാണ് അവരുടെ സഹോദരങ്ങൾ. അവിടെ വീട്ടിലുണ്ടായിരുന്ന 5 കുടുംബത്തിലെ ഗൃഹനാഥന്റെ സഹോദരന്മാർ 2 പേരും നമ്മളെ പറഞ്ഞിരിക്കുന്നത് 2 പേരും അവിടെയുണ്ട്. അവരെ കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ്. അവരെ പുറത്തെടുക്കാനുള്ള രക്ഷാപ്രവർത്തനം രാവിലെ ഏകദേശം 8 മണി മുതൽ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു വലിയ പ്രായോഗിക പ്രതിസന്ധികളുണ്ടായിരുന്നു. ആധുനിക ഉപകരണങ്ങൾ ഇവിടെ കയ്യിലുണ്ടായിരുന്നില്ല. അങ്ങനെ ഏറെ സമയമെടുത്ത് കോൺക്രീറ്റ് തല്ലി തകർത്ത ശേഷമാണ് അത് വടമുപയോഗിച്ച് വലിച്ചു മാറ്റിയ ശേഷമാണ് ഇപ്പോൾ അവിടേക്ക് വീട്ടിനകത്തേക്ക് അല്ലെങ്കിൽ ഈ പ്രദേശത്ത് അവർ മാറ്റിയ ശേഷമുള്ള ഭാഗത്തേക്ക് അവർക്ക് 166 പേരുടെ മൃതദേഹമാണ് കണ്ടെടുത്ത്. ഷഹീദ് പറയുന്നത് കൃത്യമായി കേൾക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. മുഖ്യമന്ത്രി ഇപ്പോൾ ഉന്നതതല യോഗത്തിനായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വിവരം കൂടിയുള്ളത്, ഈ ബെയിലി പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വയനാട്ടിൽ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനത്തിനായി ബെയിലി പാലം നിർമ്മിക്കാനുള്ള ഭാഗങ്ങളും ഉപകരണങ്ങളുമായി സൈന്യം അല്പസമയത്തിനകം തന്നെ ഈ ദുരന്ത ഭൂമിയിലേക്ക് എത്തിച്ചേരും. ഡൽഹിയിൽ നിന്ന് ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനത്തിൽ രാവിലെ 11:30 കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് എത്തിക്കും. അവിടെ നിന്ന് കണ്ണൂർ പ്രതിരോധ സുരക്ഷാ സേനയിലെ ക്യാപ്റ്റൻ പുരൻ സിംഗ് നഥാവത്താണ് ഈ പ്രവർത്തനം ഏകോപിപ്പിക്കുക. 17 ട്രക്കുകളിലായി പാലം നിർമ്മാണത്തിന്റെ കഴിച്ചോ ഇതൊന്നും ഒരു പടിയില്ല. ഈ ചളിയല്ലേ കഴിച്ചോ ഇതൊന്നും ഒരു പടിയില്ല. സന്തോഷം കൊണ്ട് കണ്ണ് നിറയുക എന്നൊക്കെ പറയുമ്പോൾ ഇതാണ് യഥാർത്ഥ ദ റിയൽ കേരള സ്റ്റോറി. നമ്മൾ അല്പസമയം മുൻപ് കണ്ട ആ ദൃശ്യങ്ങൾ, അതാണ് യഥാർത്ഥ കേരളം, അതാണ് മലയാളി. ഇതിലും വലിയ ദുരന്തം നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനെ നമ്മൾ അതിജീവിച്ചുവെങ്കിൽ 2 പ്രളയങ്ങൾ നമ്മൾ അതിജീവിച്ചതാണ്. അപ്പോൾ ഇതിനെയും നമ്മൾ അതിജീവിക്കും. എല്ലാം നഷ്ടപ്പെട്ട കുറേ മനുഷ്യരുണ്ട്, ശരിയാണ്. കുറേ ജീവനുകൾ നഷ്ടപ്പെട്ടു, ശരിയാണ്. പക്ഷേ ഈ നഷ്ടപ്പെട്ടവർക്ക്, ബാക്കിയുള്ള മനുഷ്യർക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു നൽകാൻ നമുക്കാകും, മലയാളികൾക്കാകും. ആ അതിജീവനത്തിന് വേണ്ടി നമ്മൾ കൈകോർക്കും. അപ്പോഴും നൊമ്പരപ്പെടുത്തുന്ന ചില കാഴ്ചകൾ ക്യാമ്പുകളിൽ നിന്നൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. 3000-ലധികം ആളുകളാണ് ഇപ്പോൾ പല ക്യാമ്പുകളിലായി കഴിയുന്നത്. മുണ്ടക്കൈയിൽ ആകെ ഉണ്ടായിരുന്ന 370 വീടുകളാണ്. ആകെ 30 വീടുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഒരു ഭാഗത്ത് ഒരു പക്ഷേ ഒറ്റപ്പെട്ടു പോയൊരു കുഞ്ഞായിരിക്കും, മറുഭാഗത്ത് സൈന്യത്തിൻ്റെ കരങ്ങളിൽ സുരക്ഷിതയായിരിക്കുന്ന ഒരു കുഞ്ഞിനെയും നമുക്ക് കാണാം. അങ്ങനെ പലതരത്തിലുള്ള സങ്കട കാഴ്ചകൾ, ആശ്വാസത്തിൻ്റെ നിമിഷങ്ങൾ എല്ലാം നമുക്ക് ആ ദുരന്ത ഭൂമിയിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. സമീപകാലത്ത് കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തം, അതിനു മുന്നിൽ പകച്ചു നിൽക്കാതെ അതിനെ അതിജീവിക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും സാധ്യമായ എല്ലാ കാര്യങ്ങളും, ഒരു പക്ഷേ മറ്റെങ്ങോ ദേശത്തിരുന്നു കൊണ്ട് വയനാട്ടിൽ ദുരന്തത്തിൽ അകപ്പെട്ടു പോയ മനുഷ്യർക്കായി പ്രാർത്ഥിക്കുന്ന, അവർക്ക് വേണ്ടി സാധനങ്ങൾ ഏകോപിപ്പിക്കുന്ന മനുഷ്യരുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ്. നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.